أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളായ പണ്ഡിതന്മാരെ, നമ്മുടെ തുഹ്ഫത്തുൽ മിൻഹാജിന്റെ 26ാമത്തെ സബഖ് വഖദ് ശറഅതു, ഞാൻ പ്രവേശിച്ചു, ഫീ ജംഇ ജുസ്ഇൻ ലതീഫിൻ, ലതീഫായ കട്ടി കുറഞ്ഞതായ ഒരു ചെറിയൊരു കിതാബിനെ ക്രോഡീകരിക്കുന്നതിൽ ഞാൻ പ്രവേശിച്ചു. എങ്ങനത്തെ ജുസ് അല സൂറത്തി ഷറഹി, ഷറഹ് ലി ദഖായിഖി ഹാദൽ മുഖ്തസരി, മുഹററിനെ ചുരുക്കിയുണ്ടാക്കുന്ന ഈ മുഖ്തസറാകുന്ന കിതാബുണ്ട്. ആ കിതാബിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആലോചിച്ചിട്ടല്ലാതെ കിട്ടൂല. അങ്ങനത്തെ ദഖീഖായ ചില സംഗതികൾ, ആ മസ്അലകൾ, അവകളെ വ്യാഖ്യാനിക്കുക എന്ന രൂപത്തിലുള്ളൊരു ജുസ്. മഖ്സൂദി ബിഹി, അങ്ങനെ ഒരു കിതാബ് ക്രോഡീകരിക്കുന്നത് കൊണ്ടുള്ള എന്റെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ? അത്തംബീഹ്, ഉണർത്തുക, അലൽ ഹിക്മത്തി, ഒരു ഹിക്മത്തിന്റെ മേൽ ഉണർത്തുക. എന്തിലുള്ള ഹിക്മത്ത്? ഫിൽ ഉദൂലി അൻ ഇബാറത്തിൽ മുഹറരി, മിൻഹാജിന്റെ അസ്ലായ മുഹററിന്റെ ഇബാറത്തിനെ തൊട്ട് തെറ്റിയതിലുള്ള ഹിക്മത്ത് എന്ത്, അതിന്റെ മേൽ ഉണർത്തുക. വഫി ഇൽഹാഖി ഖൈദിൻ ഔ ഹറഫിൻ ഔ ശർത്തിൽ മസ്അല, മസ്അലക്കുള്ളതായ നിബന്ധന, അല്ലെങ്കിൽ കലാമിലുള്ള ഒരു ഹറഫ്, അതല്ല എങ്കിൽ മസ്അലക്കുള്ളതായ ഒരു ഖൈദ് മുഹററിനേക്കാൾ കൂടുതലുണ്ടാവും. അങ്ങനെയൊക്കെ ചേർക്കുക എന്നതിലും ഉള്ള ഹിക്മത്ത് എന്ത് എന്നതിന്റെ മേൽ ഉണർത്തുകയാണ്. വനഹ്വു ദാലിക, അങ്ങനെയുണ്ട്. വനഹ്വു ദാലിക എന്നുണ്ട്. അതുപോലത്തത് ആ പറയപ്പെടുന്ന അധികവും മിനൽ ലറൂരിയാത്തി, ലറൂരിയാത്തുൽപ്പെട്ടതാണ്. ലറൂരിയാത്ത് എന്ന് പറഞ്ഞാൽ അല്ലത്തി ലാ ബുദ്ദ മിൻഹ, അത്തരം കാര്യങ്ങളെ തൊട്ട് കൂടാതെ കഴിയൂല, അത് അത്യാവശ്യമാണ്, അങ്ങനത്തെ കാര്യങ്ങൾ പെട്ടതാണ്. അതുപോലത്തതും അവയിൽ അധികവും. ഇങ്ങനെയാണ് ഇപ്പൊ വിഷയം പറഞ്ഞത് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇനി അതിനെ വ്യാഖ്യാനിക്കട്ടെ. നമ്മുടെ ഇബ്നു അബ്ദുൽ ഹൈതമി തങ്ങൾ വ്യാഖ്യാനിക്കുന്നത് കാണുക. വഖദ്, ഇവിടെ കൊടുത്ത ഖദ് ലി തഹഖീഖി, തഹഖീഖിലുള്ള ഖദാണ്. നിശ്ചയം, ശറഅതു എന്നല്ലേ, മാളിയ ഫീലാണല്ലോ. നിശ്ചയം ഞാൻ പ്രവേശിച്ചു. ബഅദ ശുറൂഇ ഫി ദാലിക്കൽ മുഖ്തസരി, ആ മുഖ്തസറില്ലേ, ഏത് മുഖ്തസർ? മുഹററിനെ ചുരുക്കിയുണ്ടാക്കുന്ന മുഖ്തസർ. ആ മുഖ്തസറിൽ ഞാൻ പ്രവേശിച്ചു. ആ പ്രവേശിച്ചതിന് ശേഷമാണ് ഇവിടെ പറയുന്ന കിതാബ് ഉണ്ടാക്കുന്നത് പ്രവേശിച്ചത്. ആ മുഖ്തസറിൽ പ്രവേശിച്ച ശേഷം എന്ന് എങ്ങനെ മനസ്സിലായത്? കമാഫാദഹു സിയാഖ്, മുസന്നിഫ് അവറുകൾ മുഖദ്ദിമയിലൂടെ കൊണ്ടുവന്ന് ഇബാറത്ത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ കൊണ്ടുവരുന്ന വിഷയം മനസ്സിലാക്കി തരുന്നത് ആ മുഖ്തസറിൽ പ്രവേശിച്ചതിന് ശേഷം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയാവാലോ, ഔമാ ശുറൂഇ ഫീഹി, അല്ലെങ്കിൽ ആ മുഖ്തസറിൽ ഞാൻ പ്രവേശിക്കുന്നു, ആ പ്രവേശിക്കലോടുകൂടെ തന്നെ ഞാൻ ഇവിടെയും ഉണ്ടാക്കി ഈ ജുസ്ഇനെ ഒരുമിച്ച് കൂട്ടുന്നതിൽ പ്രവേശിച്ചു എന്ന് വാക്കാം. അത് ഉറുഫിലാണ് ആ പറഞ്ഞത്. മുഖ്തസറിന്റെ പ്രവേശിക്കലോടൊപ്പം മഅയ്യത്താവാം അൽ മഅദിയത്തു ആവാം. രണ്ടർത്ഥം കൊയ്ക്കുക ഈ ശറഅതു എന്നതിന്, ശറഅതു എന്ന് പറഞ്ഞില്ലേ. വലാ യുനാഫിഹി ദാലിക സിയാഖു, അപ്പൊ ഈ പറഞ്ഞതിനോട്, ഇവിടെ പറഞ്ഞല്ലോ ഒപ്പാകുക എന്നല്ലേ, ഈ പറഞ്ഞതിനോട് എതിരല്ല. ഏത് മൂപ്പര് മുമ്പ് കൊണ്ടുവന്ന ഇബാറത്ത് നോക്കുമ്പോ ഇവിടെ മഅയ്യത്തോടു കൂടെ ആവുക എന്നൊക്കെ വരുമ്പോ അത് എതിരാകൂലേ? എതിരൊന്നുമില്ല. ഇൻ തമ്മ എന്ന് മുസന്നിഫ് ഇബാറത്തിട്ടത് തമാമ് കൊണ്ടല്ലേ? ഇവിടെ തമാമ് എന്നതുകൊണ്ട് ഇബാറത്തിട്ടത് ചോദിച്ചാല് പൂർത്തിയായിട്ടില്ലല്ലോ. ഇവിടെ എങ്ങനെ പൂർത്തിയാ? തമാമ് കൊണ്ട് ഇബാറത്തിടാന്ന് പറഞ്ഞാൽ എന്താണ്?
പ്രവേശിക്കുന്നതിന്റെ മുമ്പ് തന്നെ. അപ്പൊ പ്രവേശിക്കലിന് പ്രവേശനമെന്ന് മുമ്പ് വേണം. അതിനെ തേടുന്നതായ ഈ മുഖ്തസർ. അപ്പൊ ഈ മുഖ്തസർ താമായാൽ എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു തമാമാണ് ഇവിടെ ഇബാറത്തിട്ടത്. അത് ഇഹ്തിമാലി അന്നൂബി ഇഹ്തിബാരി മാവി ദിഹ്രിന, ഹൃദയത്തിലുള്ള ഒന്നിനെ പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഇഹ്തിമാലുണ്ടല്ലോ, ആ നിലക്ക് നോക്കി തമാമിട്ടതാണ്. ഹൃദയത്തിൽ ഇപ്പൊ തമാമായിക്കണം. ഇപ്പൊ കിതാബിൽ പ്രവേശിച്ചിട്ട് പൂർത്തീകരിക്കണം. ആ തമാമുണ്ടായിട്ടില്ല. അപ്പൊ ഹൃദയത്തിലുള്ള ഒന്നിനെ പരിഗണിച്ചു എന്ന നിലപാട് നോക്കിയിട്ടാണ് ആ തമാം വന്നത്. ആ തമാമിന്റെ ഇഹ്തിമാലിട്ടാണ് ഇന്തമ്മ എന്ന ഇബാറത്ത് മുസന്നിഫ് അവർ ഇട്ടത്. അങ്ങനെ ഞാൻ പ്രവേശിച്ചു. എവിടെ? എന്ന് പറഞ്ഞാൽ അവിടെ എന്തായി? കിതാബിൻ ഹജ്മി, വണ്ണം കുറഞ്ഞ വലിയ തടിപ്പില്ലാത്ത കിതാബ്, അതാണ് ജംഉ ജുസ്ഇ എന്നത്. ഇവിടെ തശ്ബീഹ് ആക്കിയിട്ടുണ്ട്. തശ്ബീഹ് ജുസ്ഇ ലുഗത്തൻ വഹുവ ബഅദു ശൈഇ. ജുസ്ഇ എന്നതിന് ഭാഷാപരമായ അർത്ഥം എന്താ? ഒരു വസ്തുവിന്റെ അല്പം എന്നതാ. ഒരു വസ്തുവിന്റെ അല്പം എന്ന അർത്ഥം കുറിക്കുന്ന ഭാഷാപരമാണ് ജുസ്ഇ. ആ ജുസ്ഇന്റെ അർത്ഥത്തിനോട് തശ്ബീഹാക്കിക്കൊണ്ടാണ് ഫീ ജംഇ ജുസ്ഇന്നതിന് ഐ കിതാബിൻ സഗീറിൽ ഹജ്മി എന്ന അർത്ഥം എടുത്തത്. അല്പ കിതാബ് എന്നല്ല, പിന്നീട് തശ്ബീഹാക്കിയത് ആ ഒരു മാനാക്ക് തശ്ബീഹാക്കി വെച്ചതാ. അപ്പൊ വലിപ്പത്തിൽ ചെറിയതായ കിതാബാണ്, വലിയ വലിപ്പമൊന്നുമില്ല, വണ്ണൊന്നുമില്ല. ലത്തീഫിൻ ഹജ്മുഹു ജിദ്ദ, വളരെ തടിപ്പ് കുറഞ്ഞത് എന്നർത്ഥം. വലിയ തടിയൊന്നുമില്ലാത്ത നിശാരമായ ചെറിയ ഒരു ജുസ്, ഒരു കിതാബ് ഉണ്ടാക്കാൻ ഞാൻ ആരംഭിച്ചു. അലാ സൂറത്തി ഷറഹി എന്ന് പറഞ്ഞ സിഫത്തും സാരിയത്തിൽ ജുസ്ഇനുള്ള രണ്ടാമത്തെ സിഫത്തായിട്ട് വരും അലാ സൂറത്തി ഷറഹി എന്നുള്ളത്. അപ്പൊ ഒന്നാമത്തെ സിഫത്ത് ലത്തീഫ്. എന്തിന് ഷറഹ് ചെയ്യുവാൻ? ദഖായിഖ്. ഇനി ദഖായിഖ് ഹാദൽ മുഖ്തസർ എന്ന് പറഞ്ഞില്ലേ? ദഖായിഖ് എന്ന് പറഞ്ഞാൽ ജമ്മാണ്. എന്താ മുഫറദ്? ജമ്മു ദഖീഖത്തിൻ. ദഖീഖത്തിന്റെ ജമ്മാണ് ദഖായിഖ്. എന്താ ദഖീഖത്ത്? ഹിയ ദഖീഖത്ത് എന്ന് പറഞ്ഞാല് മാ ഖഫിയ ഇദ്റാകുഹു ഇല്ലാ ബഅദ മസീദി തഅമ്മുലിൻ, കൂടുതൽ ചിന്തിച്ചിട്ടല്ലാതെ. വളരെയധികം ചിന്തിക്കണം, നല്ലോണം ചിന്തയെ കൂടുതലാക്കി, അങ്ങനെ കൂടുതലാക്കിയതിന് ശേഷമല്ലാതെ ആ ഒന്നിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധ്യമേ അല്ല. അങ്ങനത്തെ ഒന്നാണ് ദഖീഖ്. അപ്പൊ അത് ഖഫിയാണ്, കിട്ടൂലായിരിക്കും. കിട്ടണമെങ്കിൽ നല്ലോണം ചിന്തിക്കണം. അങ്ങനെ കിട്ടുന്നൊരു കാര്യത്തെ കുറിച്ചാണ് ദഖീഖത്ത് എന്ന് പറയുക. ആ ദഖീഖത്തിന്റെ ജമ്മാണ് ദഖായിഖ്. അപ്പോ വളരെ പെട്ടെന്ന് ആർക്കും കിട്ടാത്തതായി നിഗൂഢമായി നിൽക്കുന്നതിനെ വെളിവാക്കി തരുന്നത്. ഹാദൽ മുഖ്തസർ എന്ന് പറയുമ്പോൾ മിൻ ഹൈസു ഇഖ്തിസാറുഹു ലിഇബാറത്തിൽ മുഹറരി, മുഹററിന്റെ ഇബാറത്തിനെ ഈ മുഖ്തസർ ചുരുക്കുക എന്ന ഹൈസിയത്തിൽ കൂടെ തന്നെ ഈ മുഖ്തസറിൽ നിഗൂഢമായി നിൽക്കുന്നതുണ്ട്. അത് ഞാന് വെളിവാക്കുവാനാണ് ഈ ജുസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ വന്ന് മനസ്സിലായി വലാലി കുല്ലി ദഖായിഖിൽ കിതാബി, കിതാബിലുള്ള എല്ലാ നിഗൂഢമായി നിൽക്കുന്നതിനെയും എന്താക്കുക? വെളിവാക്കുക എന്നതല്ല. മുഖ്തസർ മുഖ്തസറാണെന്ന ഐസ്യത്തിൽ കൂടെ വെക്കുമ്പോ ആ മുഖ്തസറിൽ വരുന്ന ദഖായിഖത്ത് ഉണ്ടാവും. അതാണ് വിശദീകരിക്കുക. തമാശാറായിലൈഹി, അതിലേക്ക് മുസന്നിഫ് സൂചന നൽകിയതുപോലെ ലഫ്ദുൽ മുഖ്തസർ, മുഖ്തസർ എന്ന ലഫ്ദ് തന്നെ സൂചന നൽകുന്നത് ആ കിതാബിലുള്ള മുഴുവൻ എന്നതല്ലല്ലോ. വസറഹ ബിഹി, അതുകൊണ്ട് മുസന്നിഫ് എന്തായി വ്യക്തമാക്കി പറയുന്നു. വസറഹ ബിഹി, ഇതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഏതുകൊണ്ട്? ഈ ഷറഹ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ ഉണ്ടാക്കുന്നത് കൊണ്ട് വ്യക്തമാക്കി പറയുന്നു. എന്ത്? ഖൗലുഹു, മുസന്നിഫിന്റെ വാക്ക്. എന്താ വാക്ക്? മഖ്സൂദി ബിഹി അത്തൻബീഹ് വൽ ഹിക്മ, ഇങ്ങനെ ഒരു കിതാബ് ഉണ്ടാക്കുന്നത് കൊണ്ട് എന്റെ ഉദ്ദേശം ഇന്നതാണെന്ന് പറഞ്ഞല്ലോ. ആണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ സബബു, കാരണം, തഹ്ഖീഖു, ഉറപ്പാക്കലും. എന്താണ്? അന്നഹ, നിശ്ചയമായിട്ടും ഹിക്മത്ത്. പിന്നെ വമയ്യൂത്തൽ ഹിക്മ, വമയ്യൂത്തൽ ഹിക്മത്ത എന്ന് പറയുന്ന ആയത്ത് പോലോത്തതിലുള്ള ഹിക്മത്ത് അൽ ഇൽമു വൽ അമലു, ഇൽമും അറിവും പിന്നെ അധ്വാനവുമാണ്. എങ്ങനത്തെ? അൽ മുതവഫിറു ഫീഹിമാ, അത് രണ്ടിലും എന്താണ്? അഥവാ ഇൽമിലും അമലിലും പൂർത്തിയാക്കി വീട്ടുന്നതായ എന്തിനെ ഒരുമിച്ച് കൂട്ടുന്നത്? സായിറ സുറൂത്തിൽ കമാലി വ മുതമ്മിമാതിഹി,
കമാലിന്റെ എന്തെല്ലാം നിബന്ധനകളുണ്ടോ അതിന്റെയും അതോടുകൂടെ കമാലിനെ തമീമാക്കുന്ന പൂർത്തീകരിക്കുന്ന ഏതെല്ലാം ഉണ്ടോ ആ മുത്തമ്മിമാത്തുകളെയും അതിന്റെ കമാലിന്റെ സറത്തുകളെയും ഒക്കെ ഈ ഇൽമിലും അമലിലും ഒരുമിച്ചു കൂട്ടുന്നു. അങ്ങനത്തതാണ് ഹിക്മത്ത്. അതാണ് അതിന്റെ സബബും അതിന്റെ തഹ്ഖീഖും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആയത്തിൽ ഉദ്ധരിച്ച് പറയും. ഇതാണ് ഹിക്മത്ത്. ഇങ്ങനെയുള്ള ഹിക്മത്തിന്റെ പേരിൽ ഉണർത്തുക. ഫിൽ ഉദൂലി അൻ ഇബാറത്തിൽ മുഹറരി വബി ഇൽഹാഖ്. ഇൽഹാഖ് എന്ന് പറഞ്ഞാൽ സായിദി അൽ മുഹറരി, മുഹററിനേക്കാൾ കൂടുതലുള്ളതിനെ ചേർക്കുക. ബിലാ തംബീസിൻ, അവിടെ വ്യത്യാസം ഒന്നുമില്ല. ഇന്നത് പറഞ്ഞു വേർതിരിക്കണമെന്നില്ല. വേർതിരിക്കലില്ലാതെ തന്നെ മുഹററിനേക്കാൾ കൂടുതലുണ്ടാവും. അതിനെ ചേർക്കുന്ന കാര്യത്തിലുമുള്ള ഹിക്മത്ത്. അതിന്റെ കാരണം എന്ത് എന്നൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഉണർത്തലാണ്. ആ ഇല്ലാക്ക് എന്തിനാണ് ചോദിച്ചാൽ മിൻ ഖൈദിൽ മസ്അലത്തി, ഒരു മസ്അല പറഞ്ഞാൽ ആ മസ്അലക്ക് ഒരു ഖൈദ് ഉണ്ടാവും, ഒരു ഉപാധി ഉണ്ടാവും. ഔ ഹറഫിൻ മിനൽ കലാമി, അല്ലെങ്കിൽ കലാമിലുള്ള ഒരു ഹറഫിനാലാണ് ചേർക്കുന്നത്. ഹറഫ് ഏതുപോലെ ഹംസത്തി ബി അഹഖു, അഹഖു എന്നതിൽ ഹക്കാന്നുണ്ടാവുമ്പോ അഹഖു നോക്കും, അവിടെ ഹംസ കൊടുക്കും. അങ്ങനെ ആ ഹംസ കൂട്ടും പോലെ അത് മുഹററിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ ഒരു ഹറഫ് കൂട്ടുക. അല്ലെങ്കിൽ ലൗ ഷർത്തിൽ മസ്അലത്തി, ഒരു മസ്അലക്കുള്ളതായ നിബന്ധന, ഇതുപോലത്തതൊക്കെ ചേർക്കുന്നുണ്ട്. മുഹററുള്ള ഇബാറത്തും വിട്ട് മറ്റൊരു ഇബാറത്തിലേക്ക് തെറ്റുന്നുമുണ്ട്. ഇതിനുള്ള ഹിക്മത്ത്, അതിന്റെ കാരണം ഒക്കെ എന്താണെന്ന് ഉണർത്തുക. എന്നാൽ ഈ ഷർത്ത് എന്ന് പറഞ്ഞു സുക്കൂരി, സുക്കൂ കൊണ്ട് വായിക്കണം. സറത്ത് എന്നല്ല, സറത്ത്. ലുഗത്തൻ ഭാഷാപരമായിട്ട് ഷർത്ത് എന്ന് പറഞ്ഞാൽ തഅലീഖു അംരിൻ മുസ്തഖ്ബിലിൻ ബിമിസ്ലിഹി, ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തെ അതുപോലത്തതിനോട് ബന്ധിപ്പിക്കുക. ഇതാണ് ഷർത്ത്. അപ്പൊ നിസ്കാരം ഉണ്ടാവണമെങ്കിൽ ആ നിസ്കാരം എന്ന് പറയുന്ന കാര്യത്തെ ഉളുവിനോട് ബന്ധിപ്പിക്കാൻ. ഉദാഹരണം പറയാം, ആ ഉളു ഉണ്ടെങ്കിലേ നിസ്കാരം ഉണ്ടാകുള്ളൂ. അപ്പൊ ഉളുവിനെ, ആ നിസ്കാരം ഉണ്ടാവണമെങ്കിൽ എന്താണ് ഉളു വേണം, ഇത് ശരിയാവണമെങ്കിൽ. അപ്പോ അങ്ങനെ ബന്ധിപ്പിക്കുക. ഇതാണ് ഷർത്ത് ഭാഷാപരമായി. വസ്തിലാകൻ സാങ്കേതിക അർത്ഥത്തിൽ ഇപ്പോ എന്താ ഷർത്ത്? അത് സ്വലാത്തി, നിസ്കാരത്തിന്റെ ഷറത്തുകൾ വിശദീകരിക്കുന്ന ആദ്യത്തിൽ വരുന്നുണ്ട്. അവിടെ മനസ്സിലാക്കാം. പിന്നെ നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് ഷർത്തും കാര്യം തമ്മിൽ എന്താ മാറ്റമുണ്ടോ അല്ലതാ. വഖ്തലഹു, പണ്ഡിതന്മാർ വിഭിന്നമായിരിക്കുന്നു. ഹരി ഷർത്തു യുറാദിഫുൽ ഖൈദ, ഖൈദിനോട് കിടപിടിക്കുന്ന യോജിക്കുന്ന ഒന്നാണോ ഷർത്ത്? അപ്പൊ ഷർത്തും ഖൈദും രണ്ടും ലഫ്ദ് രണ്ടാണെങ്കിലും അർത്ഥത്തിൽ ഒന്നാണോ എന്നുള്ള സംശയം, അല്ല അഭിപ്രായമുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. റാജിയാക്കപ്പെട്ടിട്ടുള്ളത് ഖൈദ് ഷർത്ത്, ഇത് രണ്ടിലുള്ള ഒന്ന് ലഷൈഉൻ വാഹിദ്, ഒറ്റ കാര്യം തന്നെയാണ്. ഖൈദ് എന്താണോ ഷർത്ത് എന്താണോ അത് രണ്ടിലുള്ള കാര്യം ഒന്നാണ് എന്നപ്പോ റാജിയാക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വയുറദ്ദു, ഈ റാജിയാക്കിയ റദ്ദ് ചെയ്യപ്പെടും. എന്തുകൊണ്ടാ റദ്ദ്? ഇവിടെ എന്താണോ സംഭവിച്ചതെങ്കിൽ ആ സംഭവിച്ചതിനെ ബയാൻ ചെയ്യുവാൻ വേണ്ടി കൊണ്ടുവരപ്പെടുന്നു. അങ്ങനെ കൊണ്ടുവരപ്പെടുന്ന ഒന്ന് ഖൈദിന്റെ ഓഹരികളിൽ പെട്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് റദ്ദ്. അപ്പോ ഖൈദും ഷർത്തും ഒന്നാണെന്ന് പറഞ്ഞാൽ ശരിയാവൂല, രണ്ടും രണ്ടന്നെയാ. കമാ മറാവുമ്പോ പറഞ്ഞത് പോലെ ആകുമ്പോ പറഞ്ഞു പോയിച്ചിട്ട് അപ്പൊ പിന്നെ അത് പറഞ്ഞ് ശരിയായില്ല. അപ്പൊ ഷർത്തി എന്നുള്ള ഖൈദി എന്നുള്ളത് നഖീറു ഷർത്തി, ഷർത്തിന്റെ എതിരാണ്, ഒന്നല്ലല്ലോ എന്ന് മനസ്സിലായി. വനഹവു എന്നുള്ളത് മുബത്തദ, തെറുക്കിയ മുബത്തദയാണ്. വനഹവി എന്ന് വായിക്കാൻ വരുന്നുണ്ട്. ദാലിക എന്ന് പറഞ്ഞാൽ ഏതാ? ഒഹ്വാ തംബീഹു അലൽ മഖാസിദി വമാ ഖദ് യഖ്ഫാ, നിഗൂഢമാകുന്ന കാര്യം ഉദ്ദേശിക്കപ്പെടുന്നത് ഇവയുടെ മേലിലൊക്കെ ഉണർത്തുക എന്നതാണ് ദാലിക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒമിൻഹു, ആ നിഗൂഢമായി പെട്ടെന്ന് തിരിയാത്ത കാര്യത്തിൽ പെട്ടതാണ് ബയാനു ശുമൂലി ഇബാറത്തിഹി ലിമാ ലം തശ്മലഹു ഇബാറത്തു അസ്ലിഹി. മിൻഹാജിന്റെ അസ്ലായ മുഹറർ, ആ മുഹററിന്റെ ഇബാറത്ത് ചുറ്റി വരാത്ത ഒന്നുണ്ടാവും. ചുറ്റാത്തതായ ഒന്നിനെ ഈ മിൻഹാജിന്റെ ഇബാറത്ത് ചുറ്റിയിട്ടുണ്ടാവും. അത് വ്യാഖ്യാനിക്കുക എന്നുള്ളത് പെട്ടെന്ന് ആർക്കും തിരിയാത്ത ഹഫിയായ കാര്യത്തിൽപ്പെട്ടതാണ്.
അങ്ങനത്തെ ചില ഹഫിയായ കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെയാണ് ദാലിക്കായി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വയസിഖു ജറു നഹ്വിൻ വഹുവ ലാഹിറുൻ. വനഹ്വു എന്ന് മുബത്തദയാക്കിയിട്ട് വായിച്ചത് റഫ് കൊടുത്തിട്ട് അവിടെ വനഹ്വി എന്ന് ജറു കൊടുത്ത് വായിക്കുക എന്നുള്ളത് വഹുവ ലാഹിറുൻ, അതാണ് വെളിവായതും. അങ്ങനെയും പറ്റും, രണ്ട് ഇബാറത്തും പറ്റും. ജറോട് വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത്തഫാക്കുക, റഫോട് വായിക്കുമ്പോൾ മുബത്തദയാക്കുക. ഖബർ മിനൽ ളറൂരിയാത്തി എന്ന് വെക്കുക. അക്സറു ദാലിക്ക മദ്കൂറ് പറയപ്പെട്ടതെന്നാണ്. അത് ദഖായിക്കുകൾ അഥവാ ഇങ്ങനെ കിതാബിനെ ചുരുക്കിക്കൊണ്ടുവരുമ്പോൾ അതിനാൽ ഉണ്ടാകുന്നതായ ചില ദഖായിക്കത്ത് തിരിയാത്ത കാര്യങ്ങളുണ്ടാവും. അത് അല്ലെങ്കിൽ അന്നഫായിസിൽ മുസ്തജാദാത്ത് അങ്ങനെയാക്കുക. അല്ലെങ്കിൽ മഖ്സൂദി തൻബീഹ് ഇലാ ഹുനാ പറയപ്പെട്ടതൊക്കെ പുടയിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ അവയിൽ അധികവും മിനൽ ളറൂരിയാത്തി എന്ന് പറഞ്ഞു. വഹിയായി ലറൂരിയാത്ത് എന്ന് പറഞ്ഞാല് ലാ മന്ദൂഹത്ത അതിനെ തൊട്ട് ഒഴിവാക്കാൻ പറ്റൂല, അത്യാവശ്യമാണ് എന്നുള്ളത്. പിന്നെ തഫ്സീറുഹാ ബിമാ യുഹ്താജു ഇലൈഹി, ബിമാ യുഹ്താജു ഇലൈഹി അതിലേക്ക് ആവശ്യമാകപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ലറൂരിയാത്തിനുള്ള തഫ്സീർ ഖാസിർ അത് പരിപൂർണമല്ല, അത് ചുരുങ്ങിയതാണ്. പവിന്തമ്മ ആദ്യത്തെ അർത്ഥം പറഞ്ഞ കാരണത്തിന് വേണ്ടി അഥവാ ഐ മാലാ മന്ദുവാത്ത അൻപത് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു അറിയാമോ? ഫസ്സറഹ ബിഖൗലിഹി മുസന്നിഫ് അവറുകൾ ലറൂരിയാത്തിന് വിശദീകരിച്ച് തന്നു. ലറൂരിയാത്ത് എന്ന് പറഞ്ഞാൽ അല്ലത്തി ലാ ബുദ്ദ മിൻഹ അതിനെ തൊട്ട് കൂടാതെ കഴിയൂല, അതാണ് ലറൂരിയത്തി എന്ന് മുസന്നിഫ് അവറുകൾ വിശദീകരിച്ച് തരികയുണ്ടായി. എന്തിന്? ലി മസീദിൽ കമാലി, തൊയ്ഫയുടെ പുതിയ പ്രിന്റിൽ കാണുക ലി മുരീദിൽ കമാലി എന്ന ഷെർവാനിലൂടെ പറഞ്ഞു നോക്കുമ്പോൾ മസീദ് എന്നുമാണ്. അപ്പോ മസീദ് എന്ന് അർത്ഥം വെച്ചിട്ട് നോക്കുക, കമാൽ പരിപൂർണതയുടെ സ്ഥാനത്തിന് കൂടാതെ കഴിയൂല. അപ്പൊ പരിപൂർണതയുടെ സ്ഥാനം കൂടുതൽ, അപ്പൊ പരിപൂർണത കൂടണം ആ മസീദ്. അപ്പൊ പരിപൂർണത കൂടുന്നതിന് ഇത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടുള്ളതായ മസീദ്? ബിമാരിഫത്തിൽ അശിയാഇ അലാ വജീഹ വസ്തുക്കളൊക്കെ അതിന്റെ വസ്തുനിഷ്ഠമായിട്ട് അറിയുക. ഇങ്ങനെ വസ്തുനിഷ്ഠമായിട്ട് അറിയുക എന്നത് കൊണ്ട് അല്ലെങ്കിൽ എന്നത് കാരണം എന്തുണ്ടാവുക? കമാലുൽ മസീദ് ഉണ്ടാവും. ആ കമാലുൽ മസീദിന് ഇത് കൂടാതെ കഴിയൂല. വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ഷാരികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വഹിത്തറസമിദാലിക്ക മുസന്നിഫ് അവറുകൾ അതുകൊണ്ട് അക്സർ എന്ന ഇബാറത്തോട് ഇട്ടല്ലോ, ഈ അക്സർ കൊണ്ട് മുസന്നിഫ് അവറുകൾ സൂക്ഷിച്ചു. എന്ത്? അമ്മാലൈസ ബിളറൂരിയിൻ ലറൂരി അല്ലാത്തതിനെ തൊട്ട് സൂക്ഷിച്ചു. അക്സർ ഇടുമ്പോ തന്നെ മനസ്സിലാക്കാം ലറൂരിയത്ത് അല്ലാത്തത് ആണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് സൂക്ഷിച്ചത് അതാണ്. ബൽ മാത്രമല്ല ഹസനുൻ അത് നല്ലതും കൂടിയാണ് അങ്ങനെ ഇബാറത്തിട്ടത്. മുസന്നിഫിന്റെ വാക്കിൽ ത്വലാഖ് എന്ന പദം കൂടിയതുപോലെ. എന്താ വാക്ക്? രക്തം മുറിഞ്ഞു കഴിഞ്ഞാൽ ലം യഹില്ല ഹലാലല്ല ഖബൽ ഗുസ്ലി കുളിയുടെ മുമ്പ്. വയറു സോമി വത്വലാഖി ത്വലാഖ് സോമ് അല്ലാത്തതൊന്നും ഹലാലല്ല, സോമും ത്വലാഖും പറ്റുമെന്ന. ഇവിടെ ത്വലാഖ് എന്നൊരു പദം കൂട്ടി വന്നിട്ടുണ്ട്. അത് ലറൂരിയത്തോട് അല്ലതാനും ഇതങ്ങനെ കൊണ്ടുവന്നത് നല്ലതുമാണ്. എന്തോടൊപ്പം തന്നെ മാഅന്നുകുലം യദ്കുറുഹു മുസന്നിഫ് അവറുകൾ ഈ പറഞ്ഞ ത്വലാഖ് എന്ന പദം പറഞ്ഞിട്ടില്ല. ഫിൽ മുഹറമാത്തി മുഹറമായ കാര്യങ്ങൾ ഇത് പറഞ്ഞിട്ടുമില്ല. അതോടൊപ്പം തന്നെയാണ് മുസന്നിഫ് അവറുകൾ ഇവിടെ ഇങ്ങനെ വാക്ക് പറഞ്ഞത്. വമാദിക്കിരി അസിനിൽ ലഘുവി ത്വലാഖി ത്വലാഖിന്റെ കാര്യത്തിൽ അതിനുള്ള അസിനെന്താണോ ആ അസിന്റെ പറയലോടുകൂടെ ത്വലാഖിൽ അതിനെന്തൊരു അസിനുണ്ട്, ആ അസിനോട് പറഞ്ഞിട്ടുമുണ്ട്. ആ അസിന്റെ പറയലോടൊപ്പം തന്നെ മുഹറമാത്തിൽ അസിന്റെ ത്വലാഖിനെ പറഞ്ഞിട്ടുമില്ല. എന്നിരിക്കെ ഇവിടെ എന്ത് ചെയ്തു? ത്വലാഖ് എന്ന പദം കൂട്ടി. അത് നല്ലതാണ്, ലറൂരിയും നല്ലതാണ്. അതാണ് അക്സർ എന്നതുകൊണ്ട് മുസന്നിഫ് അവർ സൂക്ഷിച്ചു എന്ന് സുറായിൽ പറഞ്ഞിട്ടുള്ളത്. വജൂ ഹസനിഹി അങ്ങനെ ഒരു ഇബാറത്ത് കൊണ്ടൊരു നല്ലതാന്നല്ലേ പറഞ്ഞത്. ആ നല്ലത് എന്ന് പറയുന്നതിന്റെ തൗജീഹ് എന്താ? ന്യായം എന്താകുന്നു? അതിന്റെ ന്യായം മറ്റൊന്നുമല്ല അത്തൻബീഹു അലാമാ ലഅല്ലഹു, അത്തൻബീഹ് ഉണർത്തുക എന്നുള്ളതാണ് അലാമ ഒന്നിന്റെ പേരിൽ. അങ്ങനൊന്നുമില്ല. അല്ലഹു ആ ഒന്ന് ആയേക്കാം, യഖ്ഫ അത് നിഗൂഢമായതായേക്കാം,
അവ നിഗൂഢമായതാണ് അങ്ങനത്തെ ഒന്നിന്റെ മേൽ ഉണർത്തുക എന്നുള്ളതാണ് അവിടെ നല്ലതാണ് എന്ന് പറഞ്ഞതിനുള്ള ന്യായം. എവിടെന്ന് ചോദിച്ചാല് ഫീ മഹല്ലിൻ, ഒരു മഹല്ലില് മുഹ്തീജ ഇലൈഹി ഫീഹി, ആ മഹല്ലിൽ അതിലേക്ക് ആവശ്യമുണ്ട് എന്നിരിക്കെ ആ മഹല്ല് അത് നിഗൂഢമായതാണ്. അപ്പൊ ആ നിഗൂഢമായ ഒന്നിന്റെ മേൽ ഉണർത്തലാണ്, അതുകൊണ്ട് നന്മയായി. ഒഫീ സിഹത്തിഹി, ഇങ്ങനെ സുറായിൽ പറഞ്ഞ ഈ വാക്ക് ശരിയാണോ എന്ന കാര്യത്തിൽ ആലോചിക്കാനുണ്ട്, ഒറ്റടിക്ക് സ്വീകാര്യമല്ല. എന്തുകൊണ്ട്? ലി അന്നൽ മുഷാറ ഇലൈഹി, ഇവിടെ മുഷാർ ഇലൈഹി, എന്തുകൊണ്ട് മുഷാർ ഇലൈഹി? ബി ഖൗലിഹി ദാലിക, ദാലിക എന്ന് മുസന്നിഫിയുടെ ഇബാറത്തിട്ടിട്ടുണ്ട്. ആ ഇബാറത്തിട്ട ദാലിക കൊണ്ടുള്ള മുഷാർ ഇലൈഹി ലൈസ ഫീഹി, ആ മുഷാർ ഇലൈഹി ഇല്ല സിയാദത്തു മസ്അലത്തി മുസ്തഖില്ലത്തിൻ, ഒരു തനിച്ചൊരു മസ്അലയെ കൂടുതലാക്കുക എന്നുള്ളത് അതിലില്ല. എന്നിരിക്കെ മുഷാർ ഇലൈഹി വഹാദല്ലദി അഖ്റജൂഹു ബിഹി, അക്സർ എന്ന ഇബാറത്ത് കൊണ്ട് ഈ പറഞ്ഞ എന്ന് പറഞ്ഞല്ലോ, അത്തരം ഒരു ഇബാറത്ത്, അത്തരം ഒരു സംഗതി, അത് മസ്അലത്തും മുസ്തഖില്ലത്തുൻ, അത് മുസ്തഖില്ല തനിച്ചൊരു മസ്അലല്ലേ. അവര് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നത് ഇപ്പൊ അതാണല്ലോ. അങ്ങനെ അവർ കൊണ്ടുവന്നത്, അതായത് കുളിക്കുന്നതിന് മുമ്പ് ഹലാലാണ് ത്വലാഖ് ചൊല്ലുക എന്നുള്ളത് പറഞ്ഞത്. അത് അവർ തഖ്രീജ് ചെയ്തു. എവിടുന്ന്? അക്സർ എന്നതുകൊണ്ട്. അങ്ങനെ തഖ്രീജ് ചെയ്തെടുത്ത ഈ മസ്അല മസ്അലത്തും മുസ്തഖില്ലത്തുൻ, അത് സ്വന്തം നിലക്ക് തനിച്ചൊരു മസ്അലയാണ്. എന്നിരിക്കെ അത് നദീറുൻ, അങ്ങനെ മുഷാറിലെ നദീറാണല്ലോ, അത് നദീർ മസ്അലയിട്ട് വരിക. വലായത്തക്കല്ലമു സാബിഖത്ത, എന്നാ മുമ്പൊന്നും ഇത്തരം കാര്യം മുസന്നിഫ് അവർ സംസാരിച്ചിട്ടുമില്ല. മുസ്തന്നിഫ് അവറുകൾ സംസാരിച്ചിട്ടില്ല. എവിടെ? വഖൂലു എന്ന് പറയുന്നതിന് ശറയിൽ മുസന്നിഫ് അവർ സംസാരിച്ചിട്ടുമില്ല. അങ്ങനെ വരുമ്പോ യസിഹു ഇഖ്റാജുഹു ബിഹി, അപ്പോ അക്സർ എന്ന ഇബാറത്ത് കൊണ്ട് ഈ പറഞ്ഞ കുളിക്കുന്നതിന് മുമ്പ് ത്വലാഖ് ഹലാലാണെന്ന് പറഞ്ഞതിന്റെ തഖ്രീജ് ചെയ്യാതില്ല, ശരിയാവോ? ഇല്ല. ഫൽ വജു, പിന്നെ ന്യായം അന്നോ നിശ്ചയമായിട്ടും ഇന്നമിതാലിക്ക, അക്സർ എന്ന ഇബാറത്ത് കൊണ്ട് മുസന്നിഫ് അവർ സൂക്ഷിച്ചു അൻ ഇൽഹാഖിൽ ഹറഫി, ഒരു ഹറഫിനെ ചേർക്കുക എന്നതിന് തൊട്ട് സൂക്ഷിച്ചു. ഫൈനോ നിശ്ചയമായിട്ടും ഹറഫി എന്നുള്ളത് ബാദുൽ മുഷാറി ഇലൈഹി, ദാലിക കൊണ്ടുള്ള മുഷാറിലെ ചിലതാണ്. ഒഹുവ ഗൈറു ദറൂരിയിൻ, അങ്ങനെ വെക്കുമ്പോൾ ദറൂരിയനല്ലതാനും. എന്നാൽ പോലും ലാക്കിനെങ്കിലും ഖൈദി കൗലിഹി, ആ അറഫ് അല്ല ലായതവഖബു സിക്കത്തുൽ മാനാലി, ആ അറഫ് അവിടെ കൊണ്ടുവന്നെങ്കിലേ ആശയം ശരിയാവൂ എന്നുള്ളതിനൊന്നും അവിടെ ഒപ്പില്ല. അപ്പൊ അതിന്റെ മേൽ മാന ശരിയാവുക എന്നുള്ള തവഖുഫില്ല. തവഖുഫ് ഇല്ല എന്നതാണ് ആ അറഫായിരിക്കുക എന്നതുകൊണ്ടുള്ള കൈതെങ്കിൽ, അങ്ങനെ കൈത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദറൂരിയല്ല. നാമെങ്കിലും ഇൻകാരത്തിൽ ഇഷാറത്തുനി ജമീഅ മാ മറ മിനൽ നഫായിസി അവിൽ മുറാദ് ബിൽ നഫായിസ്, മുമ്പ് പറഞ്ഞ നഫായിസ് എന്ന് പറയുന്ന ഏതെല്ലാം കാരണം അത് മുഴുവത്തിലേക്കുമാണ് ഇവിടെയുള്ള ദാലിക എന്നതുകൊണ്ടുള്ള മുഷാറിലെ എങ്കിൽ, അല്ലെങ്കിൽ അവിൽ മുറാദ് ബിൽ ഹറഫി, അല്ലെങ്കിൽ ഹറഫി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മുത്ലഖുൽ കലിമത്തി, വെറും ഒരു കലിമത്ത് എന്നേ ഉള്ളൂ. പലോ ബിമാന ലുഗവി, അത് ലുഗവിയായ മാന കൊണ്ടാണെങ്കിൽ പോലും ജനമങ്ങനെ സംസാരിക്കുന്നു, ജനമങ്ങനെ സംസാരിച്ചപ്പോ അങ്ങനെ ഉണ്ടായി, കുറച്ചാലും വേണം, തോരാനും വേണം, എന്തായാലും പാടില്ല, അങ്ങനെ അവർ സംസാരിച്ചു. അപ്പൊ അറഫുകളുടെ ഉദ്ദേശം ഇങ്ങനെയൊക്കെയാ. മുത്തലഖ് കലിമത്ത് എന്ന് പറഞ്ഞാൽ ജുസ് പറഞ്ഞ് കുല്ലുദ്ദേശിക്കുക. അപ്പൊ ജുസിന്റെ കുല്ലിന്റെ മേൽ അതാ മുത്തലഖ് കലിമത്താവും. ഇങ്ങനെ ആണ് എങ്കിൽ മുഷാറിലെ ഇഷാറത്തെങ്കിൽ, അല്ലെങ്കിൽ ആ മുറാദ് ബിൽ അറഫി മുത്തലഖുൽ കലിമ, അറഫി ഉദ്ദേശിക്കപ്പെടുന്നത് മുത്തലഖുൽ കലിമത്ത് എന്നാണ്, അതേക്കാണ് ഇഷാറത്ത് എങ്കിൽ ഇത്തജഹ മാ ഖാലു, നമ്മുടെ സുറായിൽ പറഞ്ഞ് ന്യായമായി. ഏതുപോലെ കമാനു മുത്തജിഹുൻ അലാ ജർറി നഹവ്, നഹ്വ് എന്നതിന് മുത്തതാക്കിയിട്ട് നഹ്വ് എന്നല്ലേ വായിച്ച്, അത് നഹ്വ് എന്നതിന് ജറിന്റെ മേൽ എന്താണ് പെട്ടെന്ന് ജറിയലാണ് ബോധ്യമായത്, ന്യായമായി എന്നതുപോലെ തന്നെ. ഇനി ഇൻഷാ അല്ലാഹ് മഹാനവറുകൾ ഇനി തവക്കുലാക്കുകയാണ്. ആ തവക്കുലിന്റെ രീതി നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. അങ്ങനെ മുഖദ്ദിമയിലൂടെ ചില കാര്യങ്ങളൊക്കെ മഹാനോട് പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മിൽ നിന്ന് ഖൈറായി സ്വീകരിക്കട്ടെ. ഇതിലുള്ള എല്ലാ ന്യൂനതകളും അപാകതകളും അല്ലാഹു തആല പരിഹരിക്കട്ടെ. നല്ലതായി കാണുവാനും നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും നമ്മുടെ വിജ്ഞാനങ്ങളൊക്കെ നാഫിയായി കിട്ടുവാനും അത് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ ക്ലാസ് എടുത്തു കൊടുക്കുവാനും ഒക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്ത് ചെയ്യട്ടെ, ദീർഘായുസ്സ് നൽകട്ടെ. നമ്മുടെ എല്ലാവരും പ്രയാസം അല്ലാഹുവിനെ ദൂരീകരിക്കട്ടെ. ആഖിബത്ത് നന്നാക്കി കാമിലായി ഈമാനോടെ മൗത്താക്കി ഹബീബായ ഇബ്നു ജിബാരി നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെയും പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം മറക്കാതെ എല്ലാവരും ശ്രദ്ധയിലുണ്ടായിരിക്കണമെന്നും വിനയത്തോടുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വോയിസ് ഇതാ ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വിടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.